ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിൻ്റെ മുന്നിൽ സോപ്പിടാൻ വേണ്ടി കനക വന്നിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഈ അനന്തപുരിക്കാരെ പോലെ തന്നെ നല്ല ഫാമിലിയാണ്, ഇവർ കാശുള്ളവരാ, നല്ല ആഠ്യത്വമുള്ളവരാ. അതൊക്കെയാണ് അമ്മയെ സ്വാധീനിച്ചത് എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പം, അയ്യോ മോളെ, എൻ്റെ പൊന്നുമോളെ, ഇനി കോടികളുടെ പിന്നാലെ നടക്കത്തില്ല എന്ന് മോളോട് അമ്മ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു കനക. നല്ല പയ്യന്മാരെ മാത്രമേ നോക്കത്തുള്ളെന്ന് ഉറച്ച തീരുമാനത്തിലാണ് അമ്മ. അക്കാര്യത്തിൽ മോളുടെ അച്ഛൻ്റെ നിലപാട് തന്നെയാണ് അമ്മയുടെ നിലപാടും എന്നൊക്കെ കനക പറയുന്നുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ, പയ്യനെ തന്നെയാണ് അമ്മ കണക്കിലെടുത്തിരിക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ മോളെ, നവീനെ നമുക്ക് എത്ര വർഷമായിട്ട് അറിയാവുന്നതാ, ആ കുടുംബത്തെ നമുക്കറിയാമല്ലോ. അപ്പം നവീനേട്ടൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ആരോടാണെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അത് നീ പ്രത്യേകിച്ച് എന്നോട് പറയണ്ട, എന്നോടായിരിക്കുമെന്ന് കനക. അവരെന്നെ അമ്പലത്തിലൊക്കെ വെച്ച് കാണുമ്പോഴേ മുഖം തിരിച്ചു പോവാറാണ് പതിവെന്ന് കനക പറയാം. പിന്നെ കണ്ടെന്ന് തോന്നിയാൽ ഒന്ന് ചിരിക്കും, അത്ര തന്നെ. ഞാൻ അവിടെ ചെല്ലുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. പക്ഷേ അതിലൊക്കെ ഒരു മാറ്റം വരും മോളെ. തൻ്റെ ഉള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചോളാൻ നവീനോട് നവീൻ്റെ അമ്മ ഈ പറഞ്ഞ ശേഷമല്ലേ നവീൻ്റെ മനസ്സിലുള്ളത് നീയാണെന്ന് പോലെ നവീൻ പറഞ്ഞത്. അപ്പം ഞാൻ ഒരിക്കലും നവീനേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് നന്ദു പറയുമ്പം, ദേ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നവീൻ വിളിച്ചപ്പോൾ നീ എന്തിനാ പൊന്മുടിക്ക് പോയതെന്ന് ചോദിച്ചു നന്ദു. അത് പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് നന്ദു അന്നേരം. എന്നാലും നീ പോയില്ലേന്ന് ചോദിച്ചു. ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ചിട്ട് പുറമേ നീ ഇങ്ങനെ സീരിയസ് ആകാൻ നിൽക്കലും നന്ദൂട്ടാ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് പറയുമ്പം എനിക്ക് അമ്മ പറയുന്ന സന്തോഷമൊന്നും ഇക്കാര്യത്തിൽ ഇല്ല. അപ്പം ദേ അതെന്താ നിനക്ക് സന്തോഷമില്ലാത്തത്? ഇനി ഇതിനേക്കാളും വലിയൊരു പയ്യനെ നിനക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉടനെ ഒന്നും കല്യാണം വേണ്ട, കാര്യം തീർന്നില്ലേന്ന് ചോദിച്ചു. അതൊക്കെ ഇപ്പോൾ പെൺകുട്ടികളുടെ സ്ഥിരം പല്ലവിയാ. പക്ഷെ നല്ല ബന്ധങ്ങൾ വരുമ്പോൾ അത് മുടക്കി കളയുന്നത് അബദ്ധമാണെന്ന് വിവരമുള്ള അച്ഛനമ്മമാർക്ക് അറിയാം. അവരതുകൊണ്ട് അതൊന്നും കേൾക്കില്ല. ഇവിടെ ഇപ്പം നിനക്ക് പറ്റിയ ഒരാൾ തന്നെയാണ് നവീൻ. നവീൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെയാണ് നവീൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, മനസ്സിലായല്ലോ. അതുകൊണ്ട് മോള് നന്നായിട്ട് സഹായിച്ച ഒരാളല്ലേ നവീന, നീ മറക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് എവിടെയൊക്കെ യാത്ര ചെയ്യുന്നേ? ആ സമയത്തൊന്നും നവീനായിട്ടിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് നമ്മുടെ നന്ദു. പക്ഷേ എനിക്ക് പലപ്പോഴും സംശയമൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് കനക പറയാട്ടോ. കാരണം നിന്റെ കല്യാണത്തെ പറ്റിയൊക്കെ വലിയ ആകാംക്ഷയോടെയാണ് നവീൻ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നും ഈ കനക നന്ദുവിനോട് പറയുകയാണ് ചെയ്തു. പിന്നെ അതുമാത്രമല്ല, ഒരു പോലീസ് ഓഫീസറെയാണ് നവീൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ അത് നീ ആയിരിക്കുമെന്ന് ചില ചിന്തകളൊക്കെ അന്നേ കടന്നു പോയതാണെന്നും പറയാം. പിന്നെ നമ്മൾ രണ്ട് കുടുംബങ്ങളും തമ്മിൽ നല്ല അന്തരം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാതിരുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, അതാർക്കും ഉണ്ടായിരുന്നില്ല. ചുമ്മാ നിന്നങ്ങ് തള്ളാൻ നിൽക്കരുത്. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നവീൻ എന്ന് പറയുന്ന മോൻ നല്ല കൊച്ചല്ലേ, അതുപോലെ പേരെടുത്തൊരു വക്കീല്, അന്ന് മൂർത്തി സാറിനൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്തൊക്കെ നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ഒരു മിടുക്കനെ വിട്ട് കളയരുത് മോളെ, നിന്നെ അത് മനസ്സിലാക്കണം. നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയാം, വർഷങ്ങളായിട്ട് നമ്മളെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയവരുടെ ഒപ്പമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ്, അല്ലാതെ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ മോളുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെട്ട് പോരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അമ്മ എന്നെ ഒറ്റയ്ക്ക് വിടാമോ, വെറുതെ എൻ്റെ ചെവി കടിച്ച് പറിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോകുമ്പോൾ നന്ദൂട്ടോ എന്നും പറഞ്ഞ് കനക എവിടെ നിന്ന് നന്ദുവിൻ്റെ പാട് നോക്കിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ അനന്തപുരിയിലേക്ക് വരും. അപ്പം നയനയും ആദർശവും അവിടെ ഇരിപ്പുണ്ട്. ഇവരെ കണ്ടപ്പോൾ എൻ്റെ ആക്കി ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ കയറി വരിക കേട്ടോ അനി. അപ്പം എടാ എവിടെയായിരുന്നടാ നീ ഇതുവരെ എന്ന് ചോദിച്ചു. ഇപ്പം ഞങ്ങളൊന്ന് പൊന്മുടി വരെ പോയതായിരുന്നു. അതിനിടയിൽ വെച്ചേ റോഡ് ഉരുൾപൊട്ടലിൽ തകർന്നു പോയിന്ന് ഹനി ഇങ്ങനെ പറയാം. പിന്നെ അവിടെ കുടുങ്ങിപ്പോയി. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? നിനക്കൊപ്പം നന്ദു ഉണ്ടായിരുന്നു എന്ന് നയന ചോദിക്കുമ്പം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നതുപോലെ ഇവർ കാണിക്കുന്നു. കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് ആദർശ നയനയോട് ചോദിക്കുക. അല്ല നന്ദു മാത്രമല്ല, രാകേഷും വിഘ്നേഷും അവരെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെ നിന്നെ നന്ദുവിനെയും സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ. സപ്പോർട്ട് ചെയ്യാത്ത ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നവീൻ. അപ്പം അത് കേട്ടപ്പോൾ നവീനോ എന്ന് പറഞ്ഞ് ഇവർ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ശരിക്കും നവീൻ ഉണ്ടായിരുന്നോ എന്ന് ആദർശ് ഏട്ടൻ വേണം വിളിച്ച് ചോദിക്കും. അപ്പം അറിയാവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കണു. നവീൻ്റെ കാര്യം അറിയാവല്ലോ, അവൻ നന്ദുവിനെ കല്യാണം ആലോചിച്ചിരിക്കുക. അപ്പോൾ അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു അനി. എടാ നോക്ക്, അത് പറഞ്ഞപ്പം എന്താടാ നിന്റെ മുഖത്ത് ഒരു വാട്ടം? എനിക്കൊരു വാട്ടവും ഇല്ല. ആ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി നടത്താമെന്നും പറഞ്ഞാൽ അവൻ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പോയത് എന്ന് അനി പറയാട്ടോ. ഇതൊക്കെ കേട്ട് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ നവീനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ നിന്നെ സംശയിക്കുന്നില്ല എന്ന് അനി. ഇപ്പം എല്ലാവരും പരസ്പരം പിരിഞ്ഞതേ ഉള്ളൂ. നന്ദു ഉദയ ഇപ്പോൾ വീട്ടിലെത്തി കാണും. അപ്പോൾ അത് കേട്ടപ്പം ഇതുവരെ നന്ദുവിന് നല്ലൊരു ബന്ധവും വന്നിട്ടില്ലായിരുന്നു. ഇത് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ആലോചനയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്, അത് നടത്താനും താല്പര്യമുണ്ട്. മാത്രമല്ല നന്ദുവിനും നവീനോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്നാണ് തോന്നുന്നതെന്ന് നയന പറയുമ്പോൾ അനി ഇങ്ങനെ നിൽക്കുക, ഒന്നും മിണ്ടാതെ. നവീൻ നന്ദുവിനോട് അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പറഞ്ഞപ്പോൾ നന്ദു പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുകയും ചെയ്തില്ല. അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൂടിയത്? അന്നേരം അതേ ഏട്ടത്തി, അതൊക്കെ നവീനോട് ചോദിച്ചാൽ മതി, നവീൻ പറയുമെന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശ് നവീനെ വിളിക്കാം. അപ്പോൾ നവീനാണെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി കോള് വന്നപ്പം, ഹലോ ആദർശ് ചേട്ടാ, അത് ഇന്നലെ അനിയും നന്ദുവും കൂടി പോയ കൂട്ടത്തിൽ നവീനും ഉണ്ടെന്ന് അനി പറഞ്ഞല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. അത് ശരിയാണ് ആദർശ് ചേട്ടാ എന്ന് നമ്മുടെ നവീൻ പറയാം. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് ഈ റോഡ് പണി തന്നത്, പിന്നെ കുടുങ്ങിപ്പോയി എന്നൊക്കെ നവീൻ പറയാം കേട്ടോ. അപ്പം ശരി, ഞാനത് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്നും അവനെ ചില സമയത്ത് ചില കള്ളത്തരങ്ങളൊക്കെ പറയാറുണ്ട്. ഇക്കാര്യത്തിൽ അവൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊപ്പം അവിടുത്തെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, മറ്റേ രാകേഷ് വിഘ്നേഷും ഒക്കെ. അറിയാം, എന്നാൽ ശരി നവീനെ, ആയിക്കോട്ടെ, ഞാൻ അറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി ഏട്ടാ, ആയിക്കോട്ടെ എന്നും പറഞ്ഞങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ നവീൻ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോണു. അപ്പോൾ ശരിയാ, നവീനും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒത്തുകൂടിയതെന്ന് ആദർശ് നയനയോട് പറയാം. നവീന് നന്ദുവിനെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നണേ. അവൻ കല്യാണാലോചന നടത്തിയതിൻ്റെ പാർട്ടി ചിലപ്പോൾ നടത്തിയതായിരിക്കും എന്നൊക്കെ നയന പറയുമ്പോൾ അതിനേ വഴിയുള്ളൂ. അതിൻ്റെ നിരാശയിലായിരിക്കും ഇവിടെ ഒരുത്തൻ അങ്ങോട്ട് പോയതെന്നൊക്കെ ആദർശം. അനി അവൻ്റെ നയം വ്യക്തമാക്കിയതാ. നന്ദു അല്ലാതെ മറ്റൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നവൻ പറഞ്ഞതാ. പക്ഷേ സാഹചര്യങ്ങളോട് അവൻ പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ എന്ന് ആദർശ് ചോദിച്ചു. നവീൻ നന്ദുവിനെ ആഗ്രഹിക്കുന്ന കാര്യം അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്നും ആദർശ് നയനയോട് പറയാട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നന്ദുവിന് ആ ബന്ധത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും നിൻ്റെ അനിയത്തിയുടെ ഭർത്താവാകാൻ പോകുന്നത് നവീനാണെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റുമെന്നും പറഞ്ഞു. അപ്പോൾ അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് നയന. പിന്നെ അനിയുടെ വിഷമത്തിൽ എനിക്ക് നേരിയ സങ്കടമൊക്കെ ഉണ്ട് ആദർശേട്ടാ, എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നന്ദു ഫോണിൽ വിളിക്കുക കേട്ടോ, അനിയായിട്ട് ഇവിടെ അമ്മ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ നടന്ന സംഭവങ്ങളെല്ലാം. അങ്ങനെ നന്ദുവും അനിയും കൂടെ കാര്യങ്ങളെല്ലാം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ നിൻ്റെ അമ്മ എല്ലാത്തിനും കാരണം നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നാൽ നിൻ്റെ അമ്മയുടെ ശവത്തിൽ ചവിട്ടിയാൽ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താടാ ചെയ്യാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു അനിയോട് ചോദിക്കുക. ബന്ധത്തെ ആരെങ്കിലും അനുകൂലിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അനി ഒരു പരിധി വരെ അവരെ കുറ്റം പറയുകയും ചെയ്തു. അപ്പോൾ നിൻ്റെ അമ്മയുടെ എതിർപ്പാണ് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കണക്കിലെടുക്കുന്നതെന്നും അതുപോലെയാണ് നിൻ്റെ അപ്പച്ചി അമ്മ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അച്ഛനും അമ്മയും ഇൻസൾട്ട് ചെയ്ത് വിട്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു. അവിടെ വെച്ച് നയനേച്ചി പോലും കുറച്ച് പരുഷമായി സംസാരിച്ചത് നിനക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നും ചോദിച്ചു. ആ സമയത്ത് നയനേടത്തി പറഞ്ഞത് ഇനി എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിരെ നിൽക്കില്ലെന്നാണെന്ന് പറഞ്ഞപ്പം, പക്ഷെ ഇപ്പം എതിരാണ്. ആ നവീനേട്ടൻ എന്നെ ആലോചിച്ചപ്പോൾ പിന്നെ എന്തു ചെയ്യും? നോക്ക്, ഒരു കാര്യം ഞാൻ പറയാം, നവീനേട്ടൻ ഭയങ്കര സീരിയസാണ്. അതിനേക്കാളും സീരിയസാണ് എൻ്റെ അച്ഛനും അമ്മയും. എന്തായാലും എങ്ങനെയെങ്കിലും നീ അതൊന്ന് തള്ളി കൊണ്ടുപോകാൻ ആലോചനയൊക്കെ പുരോഗമിക്കട്ടെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ അനി. ഇപ്പം നിനക്ക് കല്യാണം വേണ്ട എന്ന സ്റ്റാൻഡിൽ തന്നെ നീ നിൽക്കാവുള്ളൂ എന്നും അനി നന്ദുവിനോട് പറയാം. മാത്രമല്ല എടി, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നവീൻ എൻ്റെ ഡിവോഴ്സിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാത്തതെന്നുള്ള കാര്യവും പറഞ്ഞപ്പം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യുവോടാന്ന് നന്ദു ചോദിച്ചു. നന്ദു, ഇങ്ങനെ നമ്മൾ സ്നേഹിച്ച് നടക്കുന്ന ഒരു സന്തോഷമല്ലേ എന്ന്, അതങ്ങനെ തന്നെ പോട്ടെ എന്നും അനി പറയാം. എന്നും പറഞ്ഞ് നന്ദു അങ്ങനെ നിൽക്കുന്നു. ഇപ്പം നിന്നെ കല്യാണം കഴിച്ചാൽ എൻ്റെ അമ്മ തൂങ്ങിച്ചാവുമെന്നൊക്കെ അല്ലേ പറയുന്നതെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നീ അതുപോലൊരു ഭീഷണി അവിടെയും മുഴക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല, എൻ്റെ അമ്മ തന്നെ അങ്ങനെ മുഴക്കുമെന്ന് എൻ്റെ പേടിയെന്ന് നന്ദു അന്നേരം അനിയോട് പറഞ്ഞു. ഇനിയിപ്പോൾ ആ നവീനേട്ടനെ ഞാൻ കല്യാണം കഴിച്ചില്ല എങ്കിൽ അമ്മ മരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് നന്ദു ചോദിക്കുക കേട്ടോ. അവന് പെട്ടെന്നൊന്നും നിന്നെ കല്യാണം കഴിക്കാൻ തോന്നാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നമ്മുടെ അനി പറഞ്ഞപ്പം നവീനേട്ടൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആകെയുള്ള രക്ഷ നവീനേട്ടൻ്റെ അമ്മ മാത്രമാണെന്ന് നന്ദു പറയാം. എന്നെയാണെങ്കിലും അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലുമാണ്. അപ്പോൾ അവർ ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ അനി പറഞ്ഞപ്പോൾ നന്ദു പറഞ്ഞപ്പം അങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാടി എന്ന് പറയും. അപ്പോൾ ശരിയടാ,
ഞാൻ വിളിക്കാവേന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഗോവിന്ദേട്ടൻ അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കനക അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. വിഘ്നേഷിനും രാകേഷിനും അപ്പം നവീനും ഉണ്ടായിരുന്നത് കൊണ്ടേ അവൾക്കെന്തോ നവീനോട് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ കനക വന്നിരുന്നു ഗോവിന്ദേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നന്ദുവിനെ അല്ലാതെ മറ്റൊരാളെ കെട്ടില്ലെന്ന് അനി പറഞ്ഞിരിക്കുകയല്ലേ, അത് നന്ദുവിൻ്റെ മനസ്സ് അറിഞ്ഞിട്ടായിരിക്കണമല്ലോ എന്ന് ഗോവിന്ദേട്ടൻ ഇനി അതൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കണ്ടെന്ന് കനക. അത് ഒന്നാമത് ആ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആദർശിനെ നയനമോളെയൊക്കെ കൂട്ടി നമുക്ക് നവീൻ്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നു. അവരിങ്ങോട്ട് വരാതെ നമ്മളെന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അല്ല നമുക്ക് വെറുതെ ഒന്ന് പോയിക്കൂടെ എന്ന് ചോദിക്കാം. അല്ല അങ്ങനെ വെറുതെ പോകുന്നതൊന്നും ശരിയല്ല എന്നും നവീൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും എല്ലാവരും കൂടെ ഇവിടെ വന്ന് പെണ്ണാലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ കനകയോട് പറയാം കേട്ടോ. നന്ദു ഇതെല്ലാം പുറകിൽ നിന്നിങ്ങനെ കേൾക്കുന്നു. ഞെട്ടിപ്പോയി അച്ഛനും അമ്മയും പറയുന്നതൊക്കെ. ഇനി ജോലിസിൻ്റെ അടുത്തോട്ടൊന്ന് പോകണം, ഈ ബന്ധം നടക്കണോ ഇല്ലയോ നോക്കണമല്ലോ എന്ന് പറഞ്ഞപ്പം ഇനി അങ്ങോട്ടൊന്നും പോകാത്തതാണ് നല്ലത് കനക, അങ്ങേരെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ അത് ഉള്ളിൽ കൊണ്ട് നടക്കുമെന്ന് ഗോവിന്ദേട്ടൻ. അപ്പോൾ ഞാൻ എത്ര അമ്പലങ്ങളിൽ നേർച്ച നേർന്നെന്ന് ഗോവിന്ദേട്ടന് അറിയാമോ എന്ന് ചോദിക്കുക. അപ്പം കനക നന്ദുവിന് നല്ലൊരു ആലോചന വരണമെന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അതെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ബന്ധമാണ് അവൾക്ക് വന്നിരിക്കുന്നത്. അനിയുടെ നിശ്ചയം മുടങ്ങിയപ്പോൾ നമ്മളെ ആക്ഷേപിച്ചല്ലേ ജലജയും അനിയുടെ അമ്മയും എല്ലാവരും പറഞ്ഞു വിട്ടത്. ആ സമയത്ത് നയനമോള് പ്രതികരിച്ചത് ഗോവിന്ദേട്ടനും കണ്ട കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഇനി അനിയുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കില്ലെന്നാണ് അവളും പറഞ്ഞത്. അപ്പം നന്ദു ഇതെല്ലാം കേട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. എന്ന് വെച്ചാൽ അനിയും നന്ദുവും തമ്മിൽ ഇനിയും അടുപ്പം ഉണ്ടെങ്കിൽ അതിന് ആദർശ നയനെയും കൂട്ടു നിൽക്കുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കച്ചിത്തൊരു ബായിന്ന് നന്ദുവിന്. ആ സമയത്താണ് നവീൻ മോൻ ഇപ്പം ഇങ്ങനെ ഒരു ആലോചനയായിട്ട് വന്നിരിക്കുന്നത്. നന്ദുവിനെ പെണ്ണാലോചിച്ചത് നവീനായതുകൊണ്ട് ഒരു കാരണവശാലും ആദർശ മോനും നയനയും അതിനെ എതിർക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നും കനക പറയാം കേട്ടോ. എന്നു മാത്രമല്ല മൂർത്തി സാറും വസുന്ധരാമയും ഒക്കെ മുന്നിൽ നിന്ന് ഈ ഒരു വിവാഹം നടത്തി തരികയും ചെയ്യൂ എന്നുള്ള കാര്യം പറഞ്ഞു. നന്ദുവിന് ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. നവീൻ ഇവിടെ വന്ന് നന്ദുവിനെ ആലോചിച്ച കാര്യം പറഞ്ഞാൽ ഉറപ്പായിട്ട് മൂർത്തി സാറും നരസിംഹൻ സാറിനെ വിളിക്കാതിരിക്കില്ല എന്ന കാര്യവും പറയാണ്. അവരെല്ലാവരും കൂടെ ഈ ബന്ധം ഉറപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന്. പിന്നെ നമുക്ക് ആ കാര്യം ഓർത്ത് ആദ്യം എടുത്ത് നടക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ആദ്യം നീന്തി നടക്കണ്ട, പിന്നെ ആദ്യം കൂട്ടാനായിട്ട് കണ്ണി കണ്ട ജ്യോത്സ്യന്മാരെയൊന്നും കാണാൻ പോവണ്ടെന്ന് മനസ്സിലായോ? എന്നാൽ ശരി ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ആദർശ് ഇങ്ങനെ അവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നയന അങ്ങോട്ടേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞു. ഇനി നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹത്തിന് അതിനൊരു തടസ്സമാവില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആദർശ് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഒത്തുകൂടിയ സ്ഥിതിക്ക് അതേപ്പറ്റിയൊക്കെ സംസാരിച്ച് കാണുമല്ലോ എന്ന കാര്യവും ഇങ്ങനെ പറയാം. ഇനിയിപ്പോൾ ടെൻഷനുള്ളത് നാഗേന്ദ്രൻ്റെ കാര്യത്തിലാണെന്നും ശങ്കർണങ്ങൾ പറഞ്ഞ കഥകൾക്കപ്പുറം അന്ന് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞേ പറ്റുമെന്ന് ആദർശ്. ആ സമയം ജ്വല്ലറിയിലെ ക്രമക്കേട് കാണിച്ചാൽ ആരായാലും അവിടെ നിന്ന് പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ആദർശ് പറയാം കേട്ടോ. പക്ഷേ ഈ വീട്ടിൽ നിന്ന് നാഗേന്ദ്രൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് പോലെ അതിനേക്കാളും വലിയൊരു കാരണം ഉണ്ടായിട്ടുണ്ടെന്നും ആദർശ് നയനോട് പറയാം. അത് മുത്തശ്ശനും ഈ പറഞ്ഞ നാഗേന്ദ്രനും അപ്പച്ചിക്കും അറിയാവുന്ന എന്തോ ഒരു കാര്യമാണെന്ന കാര്യവും പറഞ്ഞു. അതുപോലെ നാഗേന്ദ്രനെ കുറിച്ച് മുത്തശ്ശനോട് സംസാരിക്കാമെന്ന് വെച്ചാൽ മുത്തശ്ശൻ ഒരു രീതിയിലും പിടി തരുന്നില്ല എന്ന് പറഞ്ഞു. ശങ്കർണങ്ങളെ പോലെ ഈ ജ്വല്ലറിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ തറവാടുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ നയന പറയുക. അവരിൽ നിന്നും ചിലപ്പോൾ എന്തെങ്കിലും സൂചന കിട്ടുമായിരിക്കും എന്നിങ്ങനെ നയന പറയുകയും ചെയ്തു. എന്ന് വെച്ച് ആദർശൻ ഇപ്പം തിരിച്ചു വന്നതേ ഉള്ളേ, അതുകൊണ്ട് ബിസിനസ് മറന്നിട്ട് അതിൻ്റെ പിന്നാലെ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് നയന. ഞാൻ അങ്ങനെയൊന്നും പോകത്തില്ല, പക്ഷേ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. അനി നന്ദു വിഷയം വിട്ടു. അനി നന്ദു അതുപോലെ നവീൻ പ്രശ്നങ്ങളെല്ലാം വിട്ട് ആദർശത്തെ അടുത്ത നമ്മുടെ അനന്തപുരിക്ക് വന്നിരിക്കുന്ന വെല്ലുവിളികളെ പറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. അതിന് മുത്തശ്ശനെ പോലും ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആദർശം നിൽക്കുന്നത്. ഈ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആൾ നല്ല രീതിയിൽ കമ്പനിയെയും അതുപോലെ തന്നെ ഈ കുടുംബത്തെയും ഒക്കെ കൊണ്ടു നടന്നിരുന്ന ഒരാളാണെന്നും മൂർത്തീസ് ജ്വല്ലറി ഇന്നത്തെ മൂർത്തീസ് ജ്വല്ലറി ആക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യവും ആദർശ് പറയാം. അയാൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് അയാളുടെ തെറ്റുകൊണ്ടൊന്നുമല്ല, അവിടെ അയാൾ ശരിക്കും ബലിയേടായതാണെന്ന കാര്യവും പറയാം. അങ്ങനെയുള്ള ഒരാൾ ഈ തറവാട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യവും ആദർശ് പറഞ്ഞപ്പോൾ ചതിയുടെ തമ്പരാട്ടിയാണല്ലോ ആദർശേട്ടൻ്റെ അപ്പച്ചിയെന്ന് നയന പറഞ്ഞപ്പം അതെ അവിടെയും എനിക്ക് അവരെയാണ് സംശയം. നീ ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശിക്ക് നിന്നോട് വലിയ സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ട്, അതുകൊണ്ടേ
തന്ത്രപൂർവ്വം മുത്തശ്ശിയോടൊന്ന് സംസാരിച്ച് നോക്കാൻ ആദർശ് പറയാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുത്തശ്ശിയുടെ നാവിൽ നിന്ന് വന്നാലോ എന്ന് ചോദിച്ചപ്പം ശരി ആദർശേട്ടാന്ന് പറഞ്ഞ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി തൊട്ടരികിൽ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ കറിക്ക് അരിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നയനെ അങ്ങോട്ടേക്ക് ചെന്നു മുത്തശ്ശിയെ സോപ്പിടാനായിട്ട്. മുത്തശ്ശി, ആഹാ മോള് വന്നോ? മോൾക്കാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴത്തേക്കും നയനെ ചെന്ന് നോക്കാം. മോൾ ഇതൊക്കെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ചൂടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി പറഞ്ഞു. അപ്പം കുറച്ച് ആറിയിട്ട് കഴിക്കും മോളെ എന്ന് നേരം മുത്തശ്ശി നയനെ എടുത്ത് കഴിച്ചപ്പം ചെറിയ ചൂടേ ഉള്ളൂ എന്ന് നയന. അങ്ങനെ ഇരിക്കുമ്പോൾ ആദർശേട്ടനെ ശങ്കരനങ്കിളിനെ കണ്ടായിരുന്നു എന്ന് നയന പറയാട്ടോ. അപ്പം ഇവരിങ്ങനെ നോക്കുക. കണ്ടിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പം ജ്വല്ലറിയിൽ ചില തിരിമറികൾ നടത്തിയത് കൊണ്ടാണ് അയാളെ അവിടെ നിന്ന് പുറത്താക്കിയെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് നയന പറയാം. മുത്തശ്ശിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വീട്ടിൽ നിന്ന് അതുകൊണ്ടാണോ പുറത്താക്കിയത്? അല്ല, മുത്തശ്ശിക്ക് അറിയാമായിരിക്കുമല്ലോ അതിനെപ്പറ്റിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ദുഷ്ടനാ മോളെ. നാഗേന്ദ്രൻ എന്ന പേര് അവൻ്റെ കാരണവന്മാർ അവൻ അറിഞ്ഞിട്ടത് തന്നെയാണെന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ പറയാം. പാമ്പിൻ്റെ സ്വഭാവമാണ് ശരിക്കും പറഞ്ഞ അവനെപ്പറ്റി ഈ വീട്ടിനകത്തൊരു സംസാരത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ നയന ആകാന്തമിട്ട് നിൽക്കുക. അതൊക്കെ എത്രയോ നാൾ മുന്നേ നടന്ന കാര്യങ്ങളാണ്. മുത്തശ്ശനാണെങ്കിൽ അവൻ്റെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി അന്നേരം പറഞ്ഞു. മോൾക്കും ആദർശനും അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന എന്താണെന്ന് അറിയാൻ ആകാംക്ഷ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്തിനാ അങ്ങനെ ഒരു ആകാംക്ഷ? അവനിപ്പോൾ നമ്മുടെ ജ്വല്ലറി തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തന്നല്ലേ. അപ്പം പിന്നെ എന്തിനാ അങ്ങനെ? അല്ല, നാഗേന്ദ്രൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച എന്താണെന്ന് ശരിക്കും പറഞ്ഞു എനിക്ക് പോലും അറിയില്ലല്ലോ അമ്മേ. അപ്പോൾ അത് ആരും അറിയേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് രഹസ്യം അറിയുന്നത് എനിക്ക് മനസ്സിലായി. അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണെന്നും നമ്മളുമായിട്ട് അവൻ ഒരു ബന്ധവും ഇല്ല എന്ന കാര്യവും പറയാം. അവനിനി ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് കരുതിയത്. അപ്പോഴാ വീണ്ടും അവൻ അവതരിച്ചിരിക്കുന്നതെന്നൊക്കെ മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തോടെ പറഞ്ഞു. സത്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ മുത്തശ്ശി എന്ന് നയന പറഞ്ഞപ്പം മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെയാ മോളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മുത്തശ്ശി. അങ്ങനെ നയനെ ആട്ടിപ്പായിക്കാം മുത്തശ്ശി. അപ്പം മോള് മാത്രമല്ല അതുപോലെ ആദർശം. അല്ലാതെ എന്തിനാ വീട്ടിൽ നിന്ന് പുറത്താക്കിയവൻ്റെ പിന്നാലെ നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നയനയോട് ചൂടായി സംസാരിക്കാം. മുത്തശ്ശി ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോഴത്തേക്കും നയനയ്ക്ക് ഒരു പേടിയുണ്ടായി. പേടിച്ചിങ്ങനെ നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.